ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെന്നറിയാം, എല്ലാവർക്കും അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സിന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതായ സിറ്റുവേഷൻ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, എന്താണ് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അഡ്വൈസ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, സ്റ്റെപ്സ് എന്താ, നിങ്ങളുടെ സിറ്റുവേഷൻ മാറ്റാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നോക്കാം. 6 of Cups ഉണ്ട് ഇവിടെ, എംപ്രസ്, സൺ, 4 of Fire, Chariot, Strength, 10 of Air, 10 of Swords ആണ്, 4 of Pentacles, 6 of Swords, Queen of Cups. Okay, and 6 of Fire ഉണ്ട് ഇവിടെ, സക്സസ്, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയാൽ നമ്മൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ലൈഫിൻ്റെ ഒരു സ്റ്റെബിലിറ്റി 4 of Wands ആണ്. 4 of Wands പറയുമ്പോൾ നമ്മൾ മാരേജ് എന്നും പറയും. ചിലവർക്ക് നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുന്നുണ്ടാവാം, ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സണുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ ഫാമിലി എന്ന രീതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലവർക്ക് ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അതും പറയും നമ്മൾ 4 of Wandsനെ. പിന്നെ ലൈക്ക് നിങ്ങളുടെ ജോലി, കരിയറിൽ ഒക്കെ സ്റ്റെബിലിറ്റി, നിങ്ങൾ ഒരു, അതായത് നമ്മളൊരു ശരിക്കും ഒരു എന്താ പറയുക, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി നമ്മുടെ ജീവിതകാലത്തിൽ ഇനി മുന്നോട്ട് നമ്മൾക്ക് അതിൽ നിൽക്കാൻ പറ്റും, അല്ലെ, സ്റ്റേബിൾ ആയിട്ടൊരു ജോബ് എന്ന രീതിക്ക് അങ്ങനെയും കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനത്തെ 2-3 ആഗ്രഹങ്ങളായിരിക്കാം നിങ്ങൾക്ക്. ചിലവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ചെറുപ്പം തൊട്ടേ നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം നടക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ആ ഒരു ഫീലിംഗ്, അതായത് ഞാൻ ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്, ഇനി നടന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കാണുന്നുണ്ട് ചിലവർക്ക്. എംപ്രസ്, എനിക്ക് വന്ന ഒരു ഫീലിംഗ് ഞാൻ പറയുകയാണ്. ചാരിറ്റും കൂടി എന്തോ എനിക്ക് അങ്ങനെ തോന്നി. ആർക്കെങ്കിലും അമ്മയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അമ്മയെ കാണാൻ പോകണം എന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന രീതിക്ക് എന്തോ അങ്ങനെ തോന്നിപ്പോയി ഞാൻ പറയുന്നു. ഐ ഡോണ്ട് നോ, ഒരു മിസ്സിങ് എനർജി കാണുന്നുണ്ട്. മിസ്സിങ് എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് നോ, എന്തോ അങ്ങനെ ഒരു തോന്നൽ വന്നു കേട്ടോ. അമ്മയെക്കുറിച്ച് ഓർത്ത് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. സോ അങ്ങനെ വല്ല എനർജി ഉണ്ടാവാം. ഓക്കെ, ഇവിടെ ചാരിറ്റ് മൂവ്മെന്റ് കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, ചിലവർക്ക് നിങ്ങൾക്കൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ജോലിയിൽ, കരിയറിലൊക്കെ നിങ്ങളൊരു ചേഞ്ച് ചെയ്യാൻ, സ്റ്റേബിളായിട്ടൊരു നല്ല ജോലിയിലേക്ക് മാറണം എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടാവാം. അങ്ങനെയായിരിക്കും. ഓക്കെ, സൺ കാർഡ് ഉണ്ട്. സോ നിങ്ങളൊരു ഹാപ്പിനെസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പി പോസിറ്റീവായിട്ട് സ്റ്റേബിളായിട്ട് ഒരു ലൈഫ് എന്ന രീതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾ സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ മേലെ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല എന്ന രീതിയിൽ, അതായത് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇനിയും വന്നിട്ടില്ല. വയസ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ചെറുപ്പം തൊട്ട് നമ്മൾ പറയില്ലേ, കുറേ സ്ട്രഗിൾസ് കണ്ടതായിരിക്കാം. അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ ലൈഫ് ഒന്നും സ്റ്റേബിൾ ആയിട്ടില്ല എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെ ഒരു സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ഫൈനാൻഷ്യലി പോരാ, നിങ്ങൾക്ക് ഇനിയും ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആയിട്ടില്ല, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ 6 of Swordsഉം ഉണ്ട്, ചാരിറ്റും ഉണ്ട്. സോ മൂവ്മെന്റ് അഗെയിൻ കാണുന്നുണ്ട്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ യാത്ര, ചിലവർ മാറ്റം എന്ന രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് ജസ്റ്റ് സമാധാനം, പീസ്ഫുൾ വരാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു മൂവിങ് ഓൺ എന്ന രീതിയിൽ, അതായത് ഒരു സ്ഥലം മാറിപ്പോകണം, വേറെ എവിടേക്കെങ്കിലും പുറത്തു പോകണം എന്നുള്ളതായിരിക്കാം, മാറ്റം വേണം എന്നുള്ളതായിരിക്കാം. ഓക്കെ, ആ രീതിക്ക് 2 കാർഡ് ഇവിടെ അത് കാണുന്നുണ്ട്. സോ മേ ബി ചിലവർ പുറത്തു പോകാനുള്ള ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, ജോബിന് വേണ്ടിയിട്ടായാലും എന്തിനായാലും. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത് സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ആദ്യം. ഓക്കെ, നിങ്ങൾ മെയിൻലി നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം. ഓക്കെ, എന്തും നമ്മൾ കാര്യങ്ങൾ ശ്രമിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് ആവില്ല, അല്ലേ? നമുക്കൊന്നും സക്സസ് വേണം ഇവിടെ കാണുന്നത്. ഫൈനലി നിങ്ങൾക്കൊരു സക്സസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് കിട്ടും എന്ന രീതി തന്നെയാണ്. അതിന് നിങ്ങൾ ചില പ്ലാനിങ് ചെയ്യാനുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് എർത്ത് ഉണ്ട്.
വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സമയം മാറി വരും. ഓക്കെ, സമയങ്ങൾ ചേഞ്ച് ആയിട്ട് വരും. ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും എന്ന് പറയാം. ഓക്കെ, ഇതിവിടെ ലക്ക്, പ്രോഗ്രസ്, ചേഞ്ച് എന്നൊക്കെയാണ്. അപ്പൊ ലക്ക് മാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് വരും. ഓക്കെ, നിങ്ങൾ പക്ഷെ ആദ്യം ഒന്ന് ഓർഗനൈസ്ഡ് ആവാം. ഈ സക്സസ് നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും. ഫൈനൽ നമ്മുടെ എന്തായാലും ബോട്ടം ഓഫ് ദ ഡേക്ക് നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, കിട്ടും എന്ന് തന്നെയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരിയായി സോൾവ് ആവും എന്ന രീതിക്കാണ്. സമയം എടുക്കുമായിരിക്കും, പക്ഷെ അതുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നത് നിങ്ങളോട് പറയുന്നത്. ഒരു ധൈര്യത്തോടെ ഇരിക്കാം, പേഷ്യൻസോടെ ഇരിക്കുക, ക്ഷമയോടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുക എന്ന രീതിക്ക്. ഓക്കെ, സ്ട്രെസ് അടിച്ചിട്ട് കാര്യമില്ല അല്ലേ. സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ കഴിവുകളെ പോലും നമ്മൾ ഉള്ളിലേക്ക് അടക്കി വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, കൺട്രോൾ നമ്മൾ അവനവനെ കൺട്രോൾ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നത്. ഓക്കെ, ചിലവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട അവിടെ സ്പെൻഡ് ചെയ്യണം, മണി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം പറ്റണം. അതായത് കൂടുതലും ചിലവാക്കരുത്, കുറവും ചിലവാക്കരുത് എന്ന രീതിക്ക് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വേണ്ടി വരുമായിരിക്കും. പഠിക്കാനൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ, ഇല്ല നടക്കില്ല. സോ അങ്ങനെ ചില കാര്യങ്ങളിൽ ആവശ്യമുള്ള അവിടെ നമ്മൾ പണി ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാത്ത അവിടെ കുറച്ച് കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുകയും വേണം. ഓക്കെ, നിങ്ങൾക്കൊരു സമാധാനം പീസൊക്കെ വരും. ആക്ച്വലി ഇവിടെ സപ്പോർട്ടീവ് രണ്ട് കാർഡും കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മ എന്നുള്ളൊരു ഫീലിംഗ് പറഞ്ഞു കേട്ടോ. ഇതും നമ്മളൊരു ഇമോഷണൽ പേഴ്സൺ എന്ന രീതിക്കാണ് പറയാം. ഒരു പാരന്റ് എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കാറുണ്ട് അമ്മ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും പറയാം. സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിലുണ്ട് എന്ന രീതിക്കും പറയാം. പക്ഷെ എവിടെയോ ഒരു പാരന്റ് എന്നൊരു ഫീലിംഗ് എനിക്ക് ഇവിടെ വന്നു. പാരൻസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ട് എന്നെടുക്കാം. ഓക്കെ, അവരുടെ ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ട് എന്നെടുക്കാം. എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയത്. സോ ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരോ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്ന പ്ലാൻ ചെയ്യുക, നല്ല ആലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങളെയൊക്കെ ഒന്ന് നന്നായിട്ട് പ്ലാൻ ചെയ്യുക. ആലോചിച്ച് ശരിക്കും ലൈക്ക് സ്ട്രാറ്റജൈസ് ചെയ്ത് പ്ലാൻ ചെയ്യാം. ഓരോ കാര്യവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്ന രീതിയിൽ നിങ്ങളൊന്ന് നന്നായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്യാനുണ്ട്. എഴുതി നോക്കുക. ഓക്കെ, എഴുതി വെക്കുക നിങ്ങളുടെ പ്ലാൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നിങ്ങളൊന്ന് ആദ്യം നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ഗോൾ ഉണ്ടെന്ന് വിചാരിക്കൂ. ഒരു ഗോൾ ഉണ്ട് നിങ്ങളുടെ. ഓക്കെ, പുറത്തു പോകാനുള്ള ഗോളാണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാനുള്ള ഗോളാണ്, അല്ലെങ്കിൽ ഒരു ജോബിൽ കരിയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് തന്നെ ആയാലും. ഓക്കെ, നിങ്ങളുടെ ഒരു മാരേജ്, റിലേഷൻഷിപ്പ് എന്ത് തന്നെ ആയാലും നിങ്ങൾ ആ ഗോള്, നിങ്ങളുടെ ഒരു ആഗ്രഹം, ആ ആഗ്രഹം നിങ്ങൾ ആദ്യം എഴുതാം. അതിൻ്റെ താഴെ നിങ്ങൾക്ക് അതിലേക്ക് എങ്ങനെയാണ് എത്താൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റെപ്സ് നിങ്ങൾ നോക്കാം. മറ്റുള്ളവരെ മാറ്റിയെടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, സാഹചര്യങ്ങളെ മാറ്റുന്ന കാര്യം, നിങ്ങളുടെ അവനവനെ തന്നെ എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്. അവനവൻ്റെ അതായത് പഠിക്കണോ, നിങ്ങൾ കൂടുതൽ പഠിക്കണോ, നിങ്ങൾ കൂടുതൽ എക്സസൈസ് ചെയ്യണോ, അതോ കൂടുതൽ എന്താ പറയുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, പ്ലാനിങ്ങിൻ്റെ ഇവിടെ വളരെയധികം ഒരു ഇത് കാണുന്നുണ്ട്. ഗോൾസ്, എക്സ്പാൻഷൻ, വിഷൻ. നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനെ മുന്നിൽ കണ്ട് അതിന് വേണ്ട പ്ലാനിങ് നിങ്ങൾ നന്നായിട്ട് ചെയ്യാം. ഓക്കെ, റെസ്പോൺസിബിൾ ആവുക എന്ന രീതിയിൽ, അതായത് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുക. ഇമോഷണലായിട്ട് പോകേണ്ട ഒരുപാട്. ഓക്കെ, നിങ്ങൾ ഇമോഷണൽ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്കൊരു സപ്പോർട്ട് ഓൾറെഡി ആരെങ്കിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്ന നിങ്ങൾ ഇമോഷണൽ മാത്രമല്ല പ്രാക്ടിക്കൽ കൂടിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ആക്ഷൻ എടുത്ത് ചെയ്യുക എന്നാണ്. ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരും എന്നുകൂടിയാണ്. ഫൈനാൻഷ്യൽ നിങ്ങൾക്ക് ബെറ്റർമെൻറ്റ് വരും എന്നുകൂടിയാണ്. ഓഫർ കിട്ടും എന്നൊക്കെ പറയാം. ഇവിടെ എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഗെയിൻ ഗ്രോത്തിൻ്റെ കാര്യമാണ്, അബൻഡൻസ് ആണ്, ഗ്രോത്ത് ആണ്. നിങ്ങളൊരു ആക്ഷൻ, ഒരു എംപ്രസിൻ്റെ രൂപത്തിലേക്ക് നിങ്ങൾ വരിക. എംപ്രസ് എന്ന് പറയുക, അല്ലെങ്കിൽ എംപ്രസ്, എംപ്രർ എന്തും ആവാം. ഓക്കെ, നിങ്ങൾ ആ ഒരു പവറിലേക്ക് നിങ്ങൾ വരിക എന്നുകൂടിയാണ്. സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, ആണ് നിങ്ങൾക്ക് അഡ്വൈസ് ഇതൊക്കെയാണ് യൂണിവേഴ്സ് തരുന്നത്. യെസ്, നിങ്ങളുടെ ഗോൾസ് ഉണ്ട്, നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡിൽ പക്ഷെ ബ്ലോക്കേജസ് വരുന്നത്, നിങ്ങളുടെ ഒരു സ്ട്രെസ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ബ്ലോക്കായി പോവുകയാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും ശരിക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് ബാക്കിലേക്ക് പിടിച്ചു വെക്കുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ ടാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണോ അതിനെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോകുക. സ്ട്രെങ്ത് കാർഡ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പേഷ്യൻസും വേണം. സ്ട്രെങ്ത് പറയുമ്പോൾ നമ്മളൊരു പേഷ്യൻസ്, ക്ഷമ എന്ന് കൂടി പറയും. ഓക്കെ, പേഷ്യൻസും വേണം. പെട്ടെന്നാവും എല്ലാം എന്ന് വിചാരിക്കേണ്ട, ക്ഷമ വേണം. ആൻഡ് നമുക്ക് ഇതുകൂടി എന്താ പറയുക, ക്ഷമയും വേണം, ധൈര്യവും വേണം, കറേജ് വേണം, കോൺഫിഡൻസ് വേണം, എല്ലാം വേണം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന്, നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, ഒരു സക്സസ് നിങ്ങൾക്ക് വരുമെന്ന് തന്നെയാണ്. അഡ്വൈസ് കാർഡ്സ് കൂടി എടുക്കാം. പ്ലാനിങ്, സ്ട്രാറ്റജൈസിങ് ആണ് മെയിൻ കാര്യം എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾ ഉണ്ടെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യാനുള്ള പ്ലാൻസ് നിങ്ങൾ ആദ്യം നല്ലോണം ഉണ്ടാക്കുക. ഓക്കെ, ആൻഡ് ധൈര്യം വെച്ച് മുന്നോട്ട് പോവാം. പേടികളെ നിങ്ങളെ പിന്നോട്ട് വലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ,
നമുക്ക് യൂണിവേഴ്സിന് അഡ്വൈസ് കൂടി എന്തെങ്കിലും എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. സീയിങ് ബിയോണ്ട് ഉണ്ട് ഇവിടെ. ഓക്കെ, കോൾ ഓഫ് ദ മ്യൂസ്, സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഷൈനിങ് ത്രൂ, ബേർഡ്സ് ഓഫ് എ ഫെദർ, ദ റോയൽ യു, എംപ്രസിൻ്റെ ഈക്വലൻ്റ്, എംപ്രസ് എംപറർ എന്ന് പറയാം, ബിഷപ്പ് ഓൺ എ സ്റ്റാർ. യെസ്, നിങ്ങളോട് പറയുന്നത് ഒന്ന്, ആദ്യം നിങ്ങളുടെ പേടികളെയൊക്കെ റിലീസ് ചെയ്ത് കളയുക. ഓക്കെ, പേടികൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. ഓക്കെ, മനസ്സിൽ നിന്ന് ബ്ലോക്കേജസ് റിലീസ് ചെയ്യുക, പേടികൾ റിലീസ് ചെയ്യുക. ഓക്കെ, നടക്കില്ലെങ്കിലോ എന്നുള്ള ടെൻഷൻ, പേടി, അതൊക്കെ റിലീസ് ചെയ്ത് കളയുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് എല്ലാം വിട്ടു കൊടുക്കുക, സറണ്ടർ ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ സീയിങ് ബിയോണ്ട് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് അറിയാം ദാറ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളത്. അതിന് ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ. അതാണ് ഇവിടെ വീണ്ടും അതിനെ പറഞ്ഞത്, ഞാൻ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ സറണ്ടർ ചെയ്യുക ഫുള്ളായിട്ട്. യൂണിവേഴ്സ് കാണിച്ചു തരുന്ന വഴിയിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൽ ഇടയ്ക്ക് തട്ടിത്തടഞ്ഞ് വീഴാലും ശരി, ഇടയ്ക്ക് ലോസ് വന്നാലും ശരി, എന്തൊക്കെ പറ്റിയാലും ശരി, അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഓക്കെ, നമ്മളുടെ ഗോളിലേക്ക് എത്തുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരാഗ്രഹം നടക്കുമെന്നും പറയാം, നിങ്ങൾ ആഗ്രഹിക്കൂ എന്നുമുണ്ട്. ഓക്കെ, നിങ്ങളുടെ വിഷ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയാം. ഓക്കെ, ആൻഡ് കോൾ ഓഫ് ദ മ്യൂസ് പറയുമ്പോൾ എനിക്കിവിടെ നിങ്ങൾ ക്രിയേറ്റീവ് കാര്യങ്ങളായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നിങ്ങൾക്കൊരു അങ്ങനെ ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യാം. ഓക്കെ, അതിലെന്താവും ഫ്യൂച്ചർ എന്ന രീതിക്കൊന്നും ആലോചിച്ച് വെറുതെ കൺഫ്യൂഷൻ ആവേണ്ട. നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യാം. ഓക്കെ, ആ ടാലൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മുന്നോട്ട്. സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും ദൈവത്തിനോട് നന്ദി മനസ്സിൽ കരുതാം. എന്തുണ്ടോ നമ്മുടെ കയ്യിലിപ്പോൾ, നമ്മൾക്ക് ഓരോ, ഞാൻ പറഞ്ഞില്ലേ, തട്ടിത്തടഞ്ഞ് വീഴാനും ശരി, ആ വീഴ്ചയ്ക്ക് നിങ്ങൾ താങ്ക്സ് പറയാം. ഓക്കെ, കാരണം അത് നിങ്ങൾക്കൊരു ലെസനാണ് തരുന്നത് അവിടെ, അല്ലേ? അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് അതിന് പോലും നിങ്ങൾ നന്ദി പറയാം. എല്ലാത്തിനും നിങ്ങളുടെ കയ്യിൽ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, ആൻഡ് ഷൈനിങ് ത്രൂ, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാത്തിൽ നിന്നും മേലേക്ക് ഷൈൻ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ ബ്ലെസ്സിങ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഷൈൻ ചെയ്യും, നിങ്ങൾ അതായത് നല്ലൊരു പൊസിഷനിലെത്തുക. നിങ്ങൾ റോയൽ യു എന്ന് കാണുന്നുണ്ട്, നമ്മുടെ എംപ്രസ് എംപററിൻ്റെ കാർഡാണ്. നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ റെസ്പെക്റ്റഡ് പേഴ്സൺ ആവും, നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യും, നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടും, കരിയർ ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു പൊസിഷൻ, എന്തെങ്കിലുമൊക്കെ നല്ല ഹൈ പൊസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ലീഡ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, വീട്ടിലായാലും ഫാമിലിയിലായാലും കരിയറിലായാലും എന്തിലായാലും. ഓക്കെ, അപ്പം നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ വരിക എന്ന രീതിക്ക്, അപ്പം നിങ്ങൾ ഷൈൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടും എന്ന് പറയാം. ആൻഡ് ഇവിടെ ബേർഡ്സ് ഓഫ് എ ഫെദർ ഉണ്ട്. ഇത് പറയുന്നത് നിങ്ങൾ ഒരേപോലെ നിങ്ങളുടെ നിങ്ങളെ പോലെ ചിന്തിക്കുന്ന വ്യക്തികൾ, ഓക്കെ, നിങ്ങളുടെ ഒരേ ചിന്തകളുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതേ ഫീൽഡിലുള്ള ആൾക്കാർ, അവരൊക്കെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് സഹായങ്ങൾ കിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കുമ്പോൾ യൂണിവേഴ്സിനോട് അത് വിഷ് പറഞ്ഞു വെക്കുക നിങ്ങളിപ്പോൾ തന്നെ. ഓക്കെ, അതിനുവേണ്ടി ഗോൾസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താണോ ഗോൾ അതിനെ എങ്ങനെ എത്താം എന്നുള്ള സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജൈസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാം. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ 36 ആണ്. അപ്പോൾ 9, 31, അപ്പോൾ 4, 43, 7, 33, ആക്ച്വലി 3, 3, 3, 3 എല്ലാത്തിലും 3 വന്നിട്ടുണ്ട്. ഇവിടെ 25, അപ്പോൾ 7, 7, 7, 6 + 1 7, 16 ആണ്. അപ്പോൾ 7, 7, 7 വന്നിട്ടുണ്ട്. 3, 3, 3, 4 3 ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു 3 കൂടി ഉണ്ട്. സോ 3s നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവാം. 3, 3, 3 നമ്മൾ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ആണ് പറയുക. ഇൻറ്റ്യൂഷൻ പവർ ഓൾറെഡി പറഞ്ഞു ഞാൻ. നിങ്ങൾ സ്പിരിച്വലി കണക്ട് ആവുക യൂണിവേഴ്സിനോട്. ഓക്കെ, മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ചക്ര ബാലൻസിങ് മെഡിറ്റേഷനൊക്കെ പഠിക്കുക. സോറി, നമ്പേഴ്സ് ഇവിടെ 16 ആയിരുന്നു. അപ്പോൾ 7, 25, 39 ആണിത്. 11 and 2. ഓക്കെ, സോ ഇത്രയും നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഇതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടക്കും, പക്ഷെ അതിന് നിങ്ങൾ എഫേർട്ട് ഇടണം, നിങ്ങൾ ശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാവാം. എനിക്ക് ശ്രമിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കരുത്, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നല്ല പ്ലാൻഡ് ആയിട്ട് സ്ട്രാറ്റജൈസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരുമെന്ന് തന്നെയാണ്. ഓക്കെ, വിഷപ്പ് ഓൺ എ സ്റ്റാർ ഒരു ആക്ച്വലി ഫുൾ മൂൺ വരുന്നുണ്ട്. സോറി, ഞാനത് പറയാൻ വിട്ടുപോയി. 21st. ഓക്കെ, ഇന്നാണ് അല്ലേ? ഓക്കെ, ഞാനത്
എൻ്റെ കാൽക്കുലേഷനിൽ വിട്ടുപോയി സാല. ഓക്കെ, ഫുൾ മൂൺ ആണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ മൂണിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ താഴെ ലിങ്കിലിടാം. ഓക്കെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, ഫുൾ മൂൺ റിച്വൽസ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ പറയുന്ന മെത്തേഡ്സ് അത് ഞാൻ ഓരോ സമയത്ത് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ, നിങ്ങളുടെ ലൈഫ് ഒന്ന് മുന്നോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കാൻ ഫുൾ മൂൺ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റിയതെടുത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കുറേ വീഡിയോസ് ഉണ്ടാവും, കണ്ടു നോക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.